ബ്രേക്ക്ഫാസ്റ്റ് മുടക്കിയാൽ പല്ലുവേദന പതിവാകും. വെള്ളം കുടിച്ച് ദിവസം ആരംഭിക്കാം. തിരക്ക് പിടിച്ച ദിവസങ്ങളിൽ നമ്മൾ സൗകര്യപൂർവ്വം ഒഴിവാക്കുന്ന ഒന്നാണ് ബ്രേക്ക്ഫാസ്റ്റ്. ഒരു ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണമാണ് പ്രഭാതത്തിൽ നമ്മൾ കഴിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കുന്നതും അനാരോഗ്യമാകുന്നതും നിരവധി ആരോഗ്യ സങ്കീർണതകൾക്ക് കാരണമാകുമെന്ന് ആരോഗ്യ വിദഗ്ധർ പറയാറുണ്ട്. എന്നാൽ ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കുന്നത് നിങ്ങളുടെ പല്ലുകളെ പോലും ബാധിച്ചേക്കാമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കുന്നത് വയർ ഒഴിഞ്ഞിരിക്കുന്ന സമയം വീണ്ടും വർദ്ധിപ്പിക്കുന്നു. ഇത് ശരീരത്തിന്റെ ആന്തരിക താളത്തെ മാറ്റിമറിക്കും. ഗ്യാസ്ട്രിക് ആസിഡ് ഉൽപാദനം വർദ്ധിക്കുകയും ഗ്യാസ്ട്രോ ഈസോഫേഷ്യൽ റിഫ്ലക്സ് ഡിസീസ് ലക്ഷണങ്ങൾ കൂടുകയും ചെയ്യുന്നു. ദീർഘനേരം കഴിക്കാതിരിക്കുമ്പോൾ സ്വാഭാവികമായും ചവയ്ക്കുക എന്ന പ്രക്രിയ നടക്കുന്നില്ല. അതിന്റെ ഫലമായി ഉമിനീർ ഉൽപാദനവും കുറയുന്നു. ഉമിനീർ ഒരു ലൂബ്രിക്കന്റ് മാത്രമല്ല, അത് ശരീരത്തിലെ ആസിഡിനെ നിർവീര്യമാക്കാൻ സഹായിക്കുന്ന സ്വാഭാവിക ഘടകം കൂടിയാണ്. അതിൽ ബൈകാർബണേറ്റുകളും എൻസൈമുകളും അടങ്ങിയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കിയാൽ ആമാശയത്തിൽ അസിഡിറ്റി ഉണ്ടാകും. അസിഡിറ്റി ആമാശയത്തെ മാത്രമല്ല, അത് ദന്തരോഗത്തെയും ബാധിക്കും. വായുടെ ഉൾഭാഗത്ത് സാധാരണയായി 6 മുതൽ 7 വരെയുള്ള ന്യൂട്രൽ pH ആണ്. എന്നാൽ അസിഡിറ്റി മൂലം അതിൽ വലിയ കുറവ് വരുന്നത് ഡിമിനറലൈസേഷൻ എന്ന പ്രക്രിയയിലൂടെ ഇനാമലിന്റെ നാശത്തിന് കാരണമാകും. ഇങ്ങനെ പല്ലുകളിൽ പോടുകൾ രൂപപ്പെടുകയും പുളിപ്പുണ്ടാവുകയും ചെയ്യും. പ്രഭാത ഭക്ഷണം പരമാവധി കഴിക്കാൻ ശ്രമിക്കുക. ഇത് ഉമിനീർ ഉൽപാദനത്തെ ഉത്തേജിപ്പിക്കുകയും രാവിലത്തെ ആസിഡിനെ പ്രതിരോധിക്കുകയും ഗ്യാസ്ട്രോ ഈസോഫേഷ്യൽ റിഫ്ലക്സ് ഡിസീസ് നിയന്ത്രിക്കുകയും ചെയ്യുന്നു. രാവിലെ അസിഡിറ്റി ഒഴിവാക്കുന്നതിന് വെള്ളം കുടിച്ചാരംഭിക്കുന്നത് നല്ലതാണ്. കാപ്പി പോലുള്ളവ വെറും വയറ്റിൽ കുടിക്കുന്നത് ഒഴിവാക്കുക.